ഉദാഹരണത്തിന് നമുക്ക് താജ്മഹൽ എടുക്കാം. ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറിയ ഈ ശിലാസൃഷ്ടി ഷാജഹാന്റെ സ്നേഹത്തിൻ്റെ പ്രതീകമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ആ സ്നേഹം പണിതുയർത്തിയത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനത്തിലും വേദനയിലുമാണ്. താജ്മഹൽ ഇന്ത്യയുടെ അഭിമാനമാണെന്ന് പറയുമ്പോഴും അത് ഷാജഹാൻ എന്ന ചക്രവർത്തിയുടെ പ്രണയത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള ധൂർത്തായിരുന്നു എന്ന വിമർശനം ഇതേ സംഖ്യകൾ തന്നെ ഉന്നയിക്കാറുണ്ട്. ആ വിമർശനത്തിൽ കഴമ്പുണ്ട് കേട്ടോ, വസ്തുതയുണ്ട്. ഈ കാര്യം സംഖ്യകൾ പറഞ്ഞാലും അംഗീകരിക്കണമല്ലോ. താജ്മഹൽ നിർമ്മിക്കപ്പെട്ട കാലത്തെ സാധാരണ ജനതയുടെ ദാരിദ്ര്യവും അത് പണിയാൻ വേണ്ടിയുള്ള കനത്ത നികുതിഭാരവും നാം വിസ്മരിച്ചുകൂടാ. പ്രജകളുടെ ക്ഷേമത്തേക്കാൾ ഉപരിയായി സ്വന്തം വികാരങ്ങൾക്ക് സ്മാരകം പണിയാൻ ഖജനാവ് ഉപയോഗിച്ച ഭരണാധികാരിയുടെ നടപടി വികസനമല്ല, അധികാരത്തിൻ്റെ ധൂർത്താണ് എന്ന് സമ്മതിക്കേണ്ടി